ലാസ്റ്റ് വീക്സിൽ നമ്മൾ എടുത്തിട്ടുള്ള P&L സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 31st ആണ് നമ്മൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് പ്രോപ്പർലി നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ. സോ ഗൈസ്, നമ്മളെ പുതിയൊരു ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്സിൽ ടെലിഗ്രാമിൽ, ടെലിഗ്രാമിൽ നമ്മൾ പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രേഡ് സെറ്റപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ്സുകളുടെ കണ്ടീഷൻ, അവിടെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തുന്നുണ്ടോ, എന്തൊക്കെയാണ് നമ്മളവിടെ എടുത്തിട്ടുള്ള കൺഫർമേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ നോക്കണേ. സോ 31st നമ്മൾ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രോപ്പർലി നിഫ്റ്റി ഹൈ ടൈം ഫ്രെയിം പ്ലാൻ ഓൾറെഡി ഉണ്ട്. സോ ഹൈ ടൈം ഫ്രെയിം പ്ലാൻ കിട്ടി കഴിഞ്ഞാലാണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു എൻട്രി മോഡൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്ലാൻ ഇവിടെ കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് LTF കൺഫർമേഷൻ ടോപ്പ് സൈഡ്. സോ LTF കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. സ്ട്രക്ചർ ഡൗൺ സൈഡാണ്. സോ ഈ ഒരു ഡൗൺ സൈഡ് സ്ട്രക്ചർ അപ്പ് സൈഡിലേക്ക് പോയാൽ മാത്രമാണ് നമുക്ക് മൊമെൻറ്റം അല്ലെങ്കിൽ നമ്മളെ കൺഫർമേഷൻ ആവുള്ളൂ. സോ എഗെയിൻ നമ്മൾ വെയിറ്റ് ചെയ്തു. സ്റ്റിൽ 31st പ്രോപ്പറായിട്ട് ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ കിട്ടി. ഓക്കെ, എഗെയിൻ നമ്മൾ അതിൻ്റെ ഇക്വിലിബ്രിയം സോണിലാണ്. നോർമലി നമ്മൾ ടെലിഗ്രാമിൽ പറയുന്നത് ഇക്വിലിബ്രിയം എൻട്രീസും ഡിമാൻഡ് എൻട്രീസും. സോ ഇവിടെ നമ്മൾ പ്രോപ്പർലി ഇക്വിലിബ്രിയം സോണിൽ എൻട്രി എടുത്തു. ഡിമാൻഡ് ലെവലിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തു. ടാർഗറ്റ് നിയർ നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവലിലേക്ക് നമ്മൾ നോക്കി. കാരണം നമുക്ക് പ്ലാൻ ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിം പ്ലാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ ഈ ഒരു ടാർഗറ്റ് ലെവൽ കൺസിഡർ ചെയ്യാനുണ്ടായ റീസൺ. മനസ്സിലായോ? ഈ ഒരു ടാർഗറ്റ് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട റീസൺ ഹൈ ടൈം ഫ്രെയിം പ്ലാൻ കണ്ടിന്യൂഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിയർ ലിക്വിഡിറ്റി സോണാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മാർക്കറ്റ് ഓൾറെഡി അവിടെ ടാപ്പ് ചെയ്തു, കണ്ടിന്യൂഷൻ ആണ്. സോ അതിനുശേഷം എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റിസ്ക് റിവാർഡ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. നിങ്ങൾ എക്സിറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് എല്ലാം തന്നെ. അപ്പോൾ നമ്മൾ കറൻ്റ്ലി ഒരു സ്ട്രക്ചർ കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെ കിട്ടിക്കണ്ടോ. എഗെയിൻ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി, കണ്ടിന്യൂഷൻ. അപ്പോൾ ഇവിടെ ഒരു ലോ ടൈം ഫ്രെയിം കണ്ടിന്യൂഷൻ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ട്രെയിൽ ടു നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെയായിരുന്നു. നമ്മൾ അതിനെ ട്രെയിൽ ചെയ്യുക. കാരണം എന്താ, സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ചെയ്തു, കൺഫർമേഷൻ തന്നതിന് ശേഷം ബ്രേക്ക് ഔട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ടാർഗറ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യാം. മനസ്സിലായോ? പക്ഷേ ഇവനിവിടെ റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ എക്സിറ്റ് ചെയ്യാം. സോ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ട്രെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തു. എഗെയിൻ നമ്മളിവിടെ സെക്കൻഡ് ഡിമാൻഡ് സ്റ്റിൽ ഹോൾഡ് ചെയ്യുകയാണെന്നുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത സിറ്റുവേഷൻസ് പ്രോപ്പറായിട്ട് മാനിപ്പുലേഷൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. വാലിഡ് ആയിട്ടൊരു കണ്ടീഷൻ നമുക്ക് മാർക്കറ്റിൽ കിട്ടി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ടൊരു നെക്സ്റ്റ് എൻട്രി ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ കണ്ടിന്യൂഷൻ. സോ ഇത് ടോട്ടലി നിങ്ങൾ ലേണിംഗ് പർപ്പസ് ആയിട്ട് മാത്രം നോക്കുക. കാരണം ഇവിടെ എല്ലാ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ കൂടെ ചെയ്യുന്നുണ്ട്. സോ എഗെയിൻ കണ്ടിന്യൂഷൻ ഇതൊരു 1:6 ട്രേഡ് ആയിരുന്നു. സോ അതും നമുക്ക് അവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. 31st തന്നെ നമുക്ക് ഏകദേശം ഒരു 1:2.8ഉം 1:6ഉം നമുക്കിവിടെ നോക്കാൻ പറ്റും. സോ പ്രോപ്പർലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഇത്രയും വലിയ റിസ്ക് റിവാർഡ് കിട്ടിയത് വലിയ സംഭവമായിട്ട് ഞാൻ പറയല. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ്, നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മനസ്സിലായോ? പ്രോപ്പർ ഹൈ ടൈം ഫ്രെയിം പ്ലാൻ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഇതേപോലെയുള്ള കൺഫർമേഷൻസും ട്രേഡ്സുകളും നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കാം. സോ എഗെയിൻ ആ ഒരു ദിവസം എൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ നമുക്ക് എഗെയിൻ പ്ലാൻ ഉണ്ട്. ഈ പറയുന്ന ലെവലിലേക്ക് എഗെയിൻ കണ്ടിന്യൂഷൻ പ്ലാൻ ഉണ്ട് ഹൈ ടൈം ഫ്രെയിം. സോ ഈ ഒരു എൻട്രിയാണ് പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. കണ്ടിന്യൂഷൻ എൻട്രി തന്നെയായിരുന്നു നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, സ്റ്റിൽ ബ്രേക്ക്ഔട്ട്, കണ്ടിന്യൂഷൻ, എഗെയിൻ മാർക്കറ്റ് ക്ലിയർലി മൂവ് ടു ദി ടാർഗറ്റ് ലെവൽ. കണ്ടോ? സോ നെക്സ്റ്റ് ഡേ January 1st നമുക്ക് പ്രോപ്പർലി ഈ ഒരു പ്ലാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹൈ ടൈം ഫ്രെയിം പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അത് ത്രൂ ഔട്ട് ഒരു ദിവസം തന്നെ ടാർഗറ്റ് ചെയ്യാന്നല്ല. സോ അതിലേക്ക് നമുക്ക് ഓരോ ദിവസത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റികൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എൻട്രി ചെയ്യാന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ പ്രോപ്പർലി എടുത്തിട്ടുള്ള എന്താ, ബ്രേക്ക്ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇക്വിലിബ്രിയം സോണിൽ നിന്നും ഡിസ്കൗണ്ട് സോണിലേക്കാണ് എൻട്രി പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് നമ്മൾ സ്ട്രോങ് ആകാൻ വേണ്ടി താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്റ്റോപ്പ് ലോസ് വലുതാണല്ലോ. സ്റ്റോപ്പ് ലോസ് ഡിപ്പെൻസ്. നിങ്ങൾ ഇതിനെ റിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നമ്മളിവിടെ സിമ്പിളായിട്ട് ബിഗിനറിനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്നത്. പേഴ്സണൽ ട്രേഡ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള സെറ്റപ്പാണ് നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈസിയാണ്, എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെ പ്രോപ്പർലി ടാർഗറ്റ് സോണിലേക്ക് എത്തി. നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ്, സ്റ്റാർട്ട് ബുക്കിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു.
സോ അതുകൊണ്ട് തന്നെ 31st നമുക്ക് ജാനുവരി 1 നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു പ്ലാൻസിലേക്ക് നമുക്ക് നല്ല എക്സിക്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്ലാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലേ. സോ നെക്സ്റ്റ് ഇതാണ് കണ്ടീഷൻ. നമ്മുടെ ടാർഗറ്റ് സോണിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. സോ എഗെയിൻ നമ്മൾ അഗ്രസീവായിട്ട് കണ്ടിന്യൂഷൻ ട്രേഡ്സ് നോക്കുന്നില്ല. സോ ജാനുവരി 2 നമ്മൾ എന്താ ചെയ്തത്, പ്രോപ്പർലി ടാപ്പ് ചെയ്തു. നമ്മൾ പറഞ്ഞ ഈ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ്ലി ഹൈ ടൈം ഫ്രെയിം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി വെയിറ്റ് ചെയ്യുക എന്നുള്ള ഹൈ ടൈം ഫ്രെയിം പ്ലാനിൽ പല ചേഞ്ചസ് ഉണ്ടാവാം. ഈ ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്ത് ഡൗൺ സൈഡ് വരാം, ഈ പറയുന്ന സപ്ലൈ മേ ബി റിജക്ഷൻ വരാം. സോ ഒരു കൺഫർമേഷനും ഇവിടെ ഇല്ല. ഇനി മേളിലേക്ക് പോകണമെങ്കിൽ നമുക്കൊന്നുമില്ല. ഒന്നെങ്കിൽ നമ്മൾ അവിടെ എന്താ സ്ട്രക്ചർ കണ്ടിന്യൂഷൻ നോക്കുക എന്നുള്ളതാണ്. സോ അതൊന്നും നമ്മൾ നോക്കിയില്ല, പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ ടോട്ടലി നോക്കുമ്പോൾ ഈ മൊമെൻറ്റം ഡൗൺ സൈഡ് വന്നിരിക്കുന്ന മൊമെൻറ്റത്തിൻ്റെ ഒരു ഇക്വിലിബ്രിയം, ഇവിടെയൊക്കെ മാർക്കറ്റിൽ എന്താണ് റിജക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതാണ് നമ്മൾ മെയിൻലി ഇത് ഒഴിവാക്കാനുണ്ടായിട്ടുള്ള റീസൺ. മനസ്സിലായോ? സോ ഇവിടെ നമ്മൾ നമ്മുടെ വീക്കിലി പ്ലാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ അതിലേക്ക് പിന്നെ വരാം. ഓക്കെ, എഗെയിൻ നമ്മൾ എന്താണ് റീസൺ, വെയിറ്റിംഗ് ടൈം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് അവിടെ നിന്ന് ഇമ്പൾസീവായിട്ട് നല്ല രീതിയിലുള്ള മൊമെൻറ്റം ആഫ്റ്റർ ഈ ടാർഗറ്റിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല റാലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ട്രേഡ് എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ടാണ് മൂവ് ചെയ്തിട്ടിരിക്കുന്നത്. സോ അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ റെയർ ആയിട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. എല്ലാ ദിവസവും മാർക്കറ്റിങ്ങനെ റാലി ചെയ്യണോ അല്ല. അപ്പോൾ ആ ഒരു റാലിയുടെ പുറകെ പോയി അഗ്രസീവായിട്ട് നിങ്ങൾ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് റാലി ഇല്ലാത്ത കണ്ടീഷനിൽ നിങ്ങൾ അഗ്രസീവായിട്ട് ഓവർ ട്രേഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. സോ നമ്മളിവിടെ എന്ത് ചെയ്തില്ല, ജാനുവരി 2 നമ്മൾ ട്രേഡ്സ് കാര്യങ്ങളൊന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഓക്കെ കണ്ടോ, ജാനുവരി നമ്മൾ എന്തുകൊണ്ടാണ് ട്രേഡിൻ്റെ കണ്ടീഷൻ, ലിക്വിഡിറ്റി, പല കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ജാനുവരി 3 ആണ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ട്. സോ ഇത് ഓൾറെഡി ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു കണ്ടിന്യൂവേഷൻ പ്ലാനാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ, കണ്ടിന്യൂഷൻ പ്ലാനാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിഫ്റ്റിയിൽ നമ്മളൊരു ബേസ് കണ്ടീഷൻ ആണ്. ഇതൊരു പ്രീമിയം സോണാണ്. ശരിക്കും ഇവിടെ നമ്മൾ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പാടില്ല. കാരണം ഇവിടെ ഹൈ ടൈം ഫ്രീ പ്ലാൻ നിലവിലില്ല. മനസ്സിലാവും. സോ ഇത് വളരെ റിസ്കി ആയിട്ടുള്ളൊരു ട്രേഡാണ്. അവിടെ റിസ്ക് കുറക്കുക, അതിൻ്റെ കണ്ടീഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ പ്രോപ്പറായിട്ട് ഒരു ലോവർ ടൈം ഫ്രെയിമിൽ പ്രോപ്പർലി ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ഒരു എൻട്രി കയറിയിട്ടുള്ളത്. സോ ഇത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു എൻട്രിയാണ്. കാരണം മാർക്കറ്റ് ഇനിയും ഡൗൺ സൈഡിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എന്താണ്, 50 മിനിറ്റ് ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട്. സോ പ്രോപ്പറായിട്ട് നമ്മളവിടെ ഒരു ട്രേഡ് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് എൻട്രി എടുക്കാനുള്ള റീസൺ പ്രോപ്പർ LTF കൺഫർമേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത്. സോ പ്രോപ്പർലി മാർക്കറ്റ് എന്തായി, ഈ പ്രൈസ് പ്രോപ്പർലി വന്നു നമ്മൾ എൻട്രിയിൽ ട്രിഗർ ആയിട്ടുണ്ട്. സോ അതിനുശേഷം നല്ലൊരു മൊമെൻറ്റം തന്നെ നമുക്ക് മാർക്കറ്റിൽ ക്യാച്ച് ചെയ്യാം, അപ്പ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ടും പ്രോപ്പർലി നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡേ ഹൈൻ്റെ എബോ മാർക്കറ്റ് ഗ്രാബ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്തു. കാരണം ഇവിടെ ഒരു പ്രോപ്പർ സ്ട്രക്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1:1.4 റിസ്ക് റിവാർഡ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്തു, ത്രൂ ഔട്ട് ടാർഗറ്റിലേക്ക് തന്നെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. കാരണം ഇവനാണ് ഇവിടെ ട്രെൻഡ് റോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ SL ഉണ്ടാവുന്നത് എപ്പോഴും റേഞ്ച് മാർക്കറ്റിലാണ്. ഇവിടെ എന്താണ് കണ്ടീഷൻ, ആഫ്റ്റർ എൻട്രി മാർക്കറ്റ് ഈ പറയുന്ന സ്ട്രക്ചർ കണ്ടിന്യൂഷൻ തന്നില്ല. അവിടെ പ്രോപ്പർലി റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് നിൽക്കാണ്ടായിട്ടുള്ളത്. സോ ഇവിടെയൊക്കെ വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. സോ നമ്മൾ സ്റ്റിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. നമ്മളെപ്പോഴും ടാർഗറ്റ് മാത്രമല്ല, നമ്മൾ സ്റ്റോപ്പ് ലോസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീക്കിലി സംഭവിച്ചിട്ടുള്ള ബ്രേക്ക്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു സ്റ്റോപ്പ് ലോസും 2 ടാർഗറ്റും. സോ അതൊക്കെ നിങ്ങൾ പ്രോപ്പർലി കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങളിത് പ്രോപ്പർലി റിവ്യൂ ചെയ്യുക. സോ ഇതാണ് ഗ്രൂപ്പിലെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒന്ന് നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് എൻട്രി എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്കെപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിം പ്ലാൻ, ഇതേപോലൊരു ഹയർ ടൈം ഫ്രെയിം ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ട്രേഡിന് പ്രോബബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഹയർ ടൈം ഫ്രെയിം ഇടുന്ന ട്രേഡ്സിൽ മാത്രം അതിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ട്രേഡ് ആക്കാൻ നോക്കുക. ചെറിയ ക്യാപിറ്റലുള്ളവരൊക്കെ മാക്സിമം ട്രേഡ്സ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സിൽ മാത്രം നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായിരിക്കും ബെറ്റർ. മനസ്സിലാവും. ഇപ്പോൾ ഈ ഹൈ ടൈം ഫ്രെയിം ഈ ഒരു രീതിയിലുള്ള ഡയറക്ഷൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ലോ ടൈം ഫ്രെയിം പ്രോപ്പർലി ആ ഒരു ഡയറക്ഷനിലേക്ക് നല്ലൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. കണ്ടോ, ഇതേപോലെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഒരു സ്ട്രക്ചറിനെ വേണം നമ്മൾ എപ്പോഴും ട്രേഡ് ആക്കാൻ. നിങ്ങൾക്ക് ഈ പറയുന്ന ഹൈ ടൈം ഫ്രെയിം പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ട്രേഡ് ഒഴിവാക്കുക. അല്ലെങ്കിൽ ലോ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ റിസ്കിനെ കുറച്ചുകൊണ്ട് നിങ്ങൾ എൻട്രീസിലേക്ക് വരാം. മനസ്സിലായോ. സോ ഇതാണ് ലാസ്റ്റ് വീക്സിൽ നമ്മൾ നോക്കിയിട്ടുള്ള നമ്മളുടെ ബ്രേക്ക് ഡൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഓൾമോസ്റ്റ് നിഫ്റ്റിയിലാണ് നമുക്ക് പ്ലാൻസ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനിൽ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ബെറ്റർ ആയിട്ട് നമുക്ക് എവിടെയാണോ പ്രോപ്പർ പ്ലാൻ ആൻഡ് എക്സിക്യൂഷൻ കിട്ടുക അവിടെ ആയിരിക്കും നമ്മൾ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ എക്സിക്യൂഷനും കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്ത് ചെയ്യണം, നമ്മളുടെ എല്ലാം
മാസം നടത്തുന്ന നമ്മൾ പ്രോപ്പറായിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് കറൻ്റ്ലി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ട്രേഡ് പ്രോപ്പർലി പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഒരു അപ്സൈഡ് പ്ലാൻ പറഞ്ഞത്. സോ ഇതിനുള്ളിൽ ആണ് നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടിയത് അല്ലേ. 1:6 ആൻഡ് 1:2.8. സോ നിങ്ങളെപ്പോഴും പ്ലാൻസിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സിലേക്ക് ഉള്ള ചാൻസസ് ഉണ്ട്. സോ എല്ലാവരും അത് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രമേ എൻ്റെ എപ്പോഴും നിങ്ങൾ നമ്മളുടെ ക്യാപിറ്റൽ മാനേജിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, റിസ്ക് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് നിങ്ങളെപ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതാണ് ലാസ്റ്റ് വീക്സിൽ നമ്മളുടെ ബ്രേക്ക് ഡൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്സിൽ നമ്മൾ എടുത്തിട്ടുള്ള P&L സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 31st ആണ് നമ്മൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് പ്രോപ്പർലി. നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ January 1 നമ്മളൊരു എക്സിക്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുണ്ടായിരുന്നത് 3rd. സോ 3 ട്രേഡ്സാണ് ടോട്ടൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. എൻട്രി ടൈമൊക്കെ നോക്കുമ്പോൾ നമ്മൾ ടെലിഗ്രാമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. സോ വേറെ ഒന്നുമല്ല, ഞാൻ പേഴ്സണലി എടുക്കുന്ന ട്രേഡ് കുറച്ച് ഡിഫറൻ്റ് ആണ്. അത് മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഇത്ര എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ICT അല്ലെങ്കിൽ SMC ലിറ്റൊക്കെ ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് മാർക്കറ്റിൽ മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ എൻട്രി റിഫൈൻഡ് ആണ്. കറൻ്റ്ലി ബയാസ് ഒക്കെ സെയിം ആണ് നമ്മൾ നോക്കുന്നത്. സോ എൻട്രി കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്, അത്രേ ഉള്ളൂ. സോ ഇത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവായിട്ട് എടുത്തിട്ടുള്ള ട്രേഡ്സ് ആണ്. സോ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഇവിടുത്തെ റിസ്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ റിസ്ക് എടുത്തിട്ടുള്ളത് 0.6% മാത്രമാണ് റിസ്ക് എടുത്തിട്ടുള്ളത്. നോർമലി ഞാൻ 5%, 3% റിസ്ക് എടുക്കുന്നുണ്ട്. ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ് ഒന്നും തന്നെ കാരണം ഈ വീക്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 2% ടോട്ടൽ എൻ്റെ ക്യാപിറ്റലിൻ്റെ 2%ൻ്റെ പ്രോഫിറ്റ് എനിക്ക് ഈ ഒരു വീക്കിൽ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ട്രേഡ്, ഇത് സെക്കൻഡ് ട്രേഡ്, സോ തേർഡ് ട്രേഡ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ട്രേഡ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ 2 ട്രേഡ് എടുത്തോ ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 12:51 ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഗെയിൻ 12:51 അത് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ജസ്റ്റ് ഇവിടെ നമ്മൾ ഈ ഒരു പ്രൈസ് സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് പൊസിഷൻ സൈസ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു ടാപ്പ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് എക്സിക്യൂട്ട് ചെയ്തതാണ്. ടൈം നോക്കി അറിയാം കണ്ടോ. സോ ഈ എൻട്രി നമ്മൾ എടുത്തിട്ടുള്ള അതിന് ശേഷവും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി കയറിയിട്ടുള്ളത്. അതിന് മുമ്പ് പറ്റിയ ചെറിയ മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആക്കണം എന്ന് തോന്നി. സോ ആകെ ഒരു SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രേഡ് നമുക്ക് SL ആയിരുന്നു. നിങ്ങൾക്കറിയാം റിസ്ക് എൻട്രി ആണ്. അപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത് 0.6% അല്ല, അവിടെ 0.2% ആണ് അവിടെ എനിക്ക് പോയിട്ടുള്ളൂ. 2 മാക്സിമം 0.23. സോ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ റിസ്കിനെ മാനേജ് ചെയ്ത് പോകുന്നൊരു കണ്ടീഷനാണ് പേഴ്സണൽ എൻ്റെ ട്രേഡ്സിൽ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കി വെരിഫൈ ആവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ലാസ്റ്റ് എൻ്റെ കറൻ്റ്ലി ഉള്ള സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്യാപിറ്റൽ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നോക്കുക. ഈ ഓവറായിട്ട് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുക, 1 ലക്ഷം നിന്ന് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സ്കാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തരാമെന്ന് തന്നെ പറഞ്ഞ കുറേ സ്കാമാണ്. അങ്ങനെയുള്ള സ്കാമിലൊന്നും വീഴാതിരിക്കുക. കാരണം ഇത് പ്രോപ്പർലി ഒരു സിസ്റ്റം ബേസ് ചെയ്ത് വളരെ എഫേർട്ട് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഒരിക്കലും ട്രേഡിങ്ങിനെ കാണരുത്. അതിൻ്റേതായ ഇമ്പോർട്ടൻസും അതിൻ്റേതായ വളരെയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു ഇൻട്രാഡേയുടെ കേസാണ് പറയുന്നത്. ഞാൻ മെയിൻലി ഇൻട്രാഡേ ഓപ്ഷൻ ബൈയിങ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഇന്നോ നാളെയോ കാശുകാരനാവെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വന്നിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 100% ഗ്യാരണ്ടി പറയാം. പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുക, പ്രോപ്പറായിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങളുടെ ഇമോഷൻസും മൈൻഡ് സെറ്റൊക്കെ നിങ്ങൾ കൺട്രോൾ ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഗ്രീഡ് മൈൻഡ് സെറ്റ് മാറ്റുക, ഓവർ പ്രോഫിറ്റ് ഒഴിവാക്കുക, അടിപൊളിയായിട്ട് പോവുക. എല്ലാ വീക്കെൻഡ്സിലും ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ P&L റിവ്യൂ ചെയ്ത് നോക്കുക, ജേണൽ എഴുതുക, ഒരാഴ്ചയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ പ്ലോട്ട് ചെയ്ത് നെക്സ്റ്റ് വീക്സിലും ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിൻലി നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. സോ മുമ്പോട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള P&Lലും ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ.